الحمد لله الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. والذين يؤتون ما آتوا وقلوبهم وجلة أنهم إلى ربهم راجعون. أولئك يسارعون في الخيرات وهم لها سابقون. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ സന്ദർഭങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ വീക്ഷിക്കുന്നുണ്ട്, നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധത്തോടുകൂടെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് പാലിച്ച് മുന്നോട്ട് പോകണേ എന്ന് ആമുഖമായി എന്നോടും നിങ്ങളെ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വാലിഹീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ സമീപത്ത് ഏറെ പുണ്യങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കുന്ന പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ റമദാൻ നമ്മോട് യാത്ര പറഞ്ഞിട്ട് ഏതാനും ദിവസങ്ങളാണ്. വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും കഴിവിൻ്റെ പരമാവധി ആ മാസത്തിൽ ഇബാദത്തുകളിലൂടെ അള്ളാഹുവിനോട് അടുത്തവരാണ്. അള്ളാഹു നമുക്ക് നൽകാമെന്ന് ഓഫർ ചെയ്ത സൽക്കർമ്മങ്ങളൊക്കെ
കഴിയും വിധം നേടിയെടുക്കാൻ വിശുദ്ധ റമദാനിന്റെ രാവുകളും പകലുകളും ഒക്കെ ഉപയോഗപ്പെടുത്തിയവരാണ് നാം. പരിശുദ്ധ റമദാൻ യാത്ര പറയുന്നതോടുകൂടെ പലപ്പോഴും ആളുകൾ രണ്ട് തട്ടിലാവുകയാണ് പതിവ്. അതിലൊരു വിഭാഗം റമദാനിന്റെ യാത്ര പറച്ചിലിൽ ആവേശം കൊള്ളുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. വല്ലാത്തൊരു കുടുസായ ജീവിതമായിരുന്നു. ഇഷ്ടമുള്ളത് ആഹരിക്കുവാനോ കുടിക്കുവാനോ ഇഷ്ടമുള്ളപ്പോൾ സാധിച്ചിട്ടില്ല. എനിക്ക് തോന്നിയത് കാണുവാനും പറയുവാനും കേൾക്കുവാനും ഒന്നും റമദാനിൽ സാധിച്ചിട്ടില്ല. വല്ലാത്ത ഒരു കുടുസായ ഒരു ജീവിതമായിരുന്നു എനിക്ക് റമദാനിൽ അനുഭവപ്പെട്ടത്. ഇപ്പം ഒരു കൂട്ടിലടച്ച പക്ഷിയെ അതിൻ്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് വിട്ടതുപോലെ ഒന്ന് ചിറകടിച്ച് പാറിപ്പറക്കാനുള്ള ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ്. ആളുകൾ സന്തോഷത്തോടുകൂടെ റമദാനിനെ കാണുന്ന ആളുകളുണ്ട് എന്നർത്ഥം. അത്തരക്കാരുടെ പ്രകടമായ അടയാളങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈ രണ്ട് വിഭാഗത്തെക്കുറിച്ചും പണ്ഡിതന്മാർ കൃത്യമായി നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. റമദാൻ കഴിഞ്ഞ് ഒന്നാമത്തെ വെള്ളിയാഴ്ച ഈ പള്ളിയിൽ ഇരുന്നു കൊണ്ട് ഖുതുബ ശ്രവിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടുകൂടെ നമ്മോട് അന്വേഷിക്കേണ്ടത്, നമ്മോട് ചോദിക്കേണ്ടത്, നമ്മെക്കുറിച്ച് നാം അന്വേഷിക്കേണ്ടത് നാം ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്നാണ്. റമദാൻ കഴിഞ്ഞപ്പോ ഇതിന്റെ പേരിൽ ആശ്വാസവും സന്തോഷവും ഉള്ളവരാണോ നാം? അത്തരക്കാരുടെ അടയാളം മഹാന്മാരായ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അവരെ പള്ളിയിൽ കാണൽ കുറവായിരിക്കും. റമദാനിൽ സജീവമായി അവർ ഇബാദത്തുകളിൽ ഉണ്ടായിരുന്നു. റമദാനിൽ നമ്മുടെ പള്ളികളൊക്കെ നിറഞ്ഞു കവിഞ്ഞിരുന്നു. ആളുകൾ കൊള്ളാത്ത രൂപത്തിൽ സജീവമായിരുന്നു നമ്മുടെ പള്ളികൾ. ഇബാദത്തുകളിൽ അവരെ നാം കണ്ടിട്ടുണ്ട്. പള്ളികളിലെ പല മൂലകളിലും ഇരുന്ന് ഖുർആൻ പാരായണം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ബാങ്ക് കൊടുത്തപ്പോൾ തന്നെ അവർ പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട്. റവാത്തിബ് സുന്നത്തുകൾ ദുഹറിനും അസറിനും ഒക്കെ ഇശാഇനും അതുപോലെ തന്നെ ഫർദ് നമസ്കാരങ്ങൾക്ക് മുമ്പും പിമ്പുമുള്ള സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ അവർ നിർവഹിച്ചിട്ടുണ്ട്. പല കലക്ഷനുകളുമായി പ്രയാസം അനുഭവിക്കാൻ നമ്മുടെ സമീപത്തേക്ക് എത്തിയപ്പോ നമ്മുടെ പോക്കറ്റിൽ കൈയിട്ടിട്ട് ഒരു മോശമല്ലാത്ത സംഖ്യകൾ നാം അവർക്ക് സ്വതക്കയായി നൽകിയിട്ടുണ്ട്. ഇങ്ങനെ എന്തൊക്കെ നന്മകളുണ്ടോ അതിലൊക്കെ ഉൾപ്പെടുകയും ബന്ധപ്പെടുകയും ചെയ്ത് റമദാനോടുകൂടി അലസത ബാധിച്ച്, റമദാനോടുകൂടെ മടി കാണിച്ച്, റമദാനോടുകൂടി അത്തരം നന്മകളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ആളുകളാണ് പലപ്പോഴും നമുക്ക് അവരെ കാണാൻ കഴിയും. ഇപ്പോ ജമാഅത്തിന് പങ്കെടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ജമാഅത്ത് നമസ്കാരങ്ങളിൽ അവരെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അവർ അലസത കാണിച്ച് പതുക്കെ ഓരോ നന്മകളിൽ നിന്ന് അവർ പതുക്കെ മാറി നിന്നുകൊണ്ടിരിക്കുകയാണ്. സുബഹി നമസ്കാരത്തിനൊക്കെ നമുക്കറിയാം, അത്തായവും കഴിച്ച് പിന്നെ നമ്മൾ കിടന്നുറങ്ങിയിട്ടില്ല. നേരെ അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് വന്ന് ഒരുപാട് സഫുകൾ ഉണ്ടായിരുന്നു നമ്മുടെ പള്ളിയിൽ. ഇന്ന് നമ്മുടെ പള്ളികളുടെ അവസ്ഥ എന്താണ്? ചില മെസ്സേജുകൾ റമദാനിന് ശേഷം കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്താണ്? അതിഥികളൊക്കെ പോയി. അവര് വിരുന്നു വന്നതായിരുന്നു ഒരു മാസത്തേക്ക്. ആ വിരുന്നും കഴിഞ്ഞ് അവരൊക്കെ പോയി. കുടുംബക്കാര് തന്നെയാണ്. ഉപ്പയും ഭാര്യയും ഭർത്താവും മക്കളും തന്നെ ഇപ്പവും വീട്ടിലുള്ളൂ. എന്നാ ചില സോഷ്യൽ മീഡിയ സ്റ്റാറ്റസുകൾ, പോസ്റ്ററുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സത്യം അതുപോലെയായി മാറുന്നുണ്ടോ? ആ പള്ളിയിൽ നേരത്തെ ഉണ്ടായിരുന്ന ആളുകൾ ഒരു സഫ്, രണ്ട് സഫ്, രണ്ടര സഫ് ആളുകൾ മാത്രമാണോ ഇന്ന് പള്ളിയിൽ ജമാഅത്തിനുള്ളത്, സുബഹി നമസ്കാരത്തിനുള്ളത്? അതല്ല, റമദാനിൽ സജീവമായ ആളുകൾക്കൊക്കെ ഫജ്ർ നമസ്കാരത്തിന്റെ പിശാചിനോട് ജിഹാദ് ചെയ്ത്, ദേഹേച്ഛയോട് ജിഹാദ് ചെയ്ത് അള്ളാഹുവിന്റെ പ്രതിഫലം വാരിക്കൂട്ടാൻ ഇനിയും എനിക്ക് അവസരമുണ്ട് എന്ന അർത്ഥത്തിൽ ആ ഒരു ബോധ്യത്തോടുകൂടെ പള്ളിയിലേക്ക് വരാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ? പരിശോധിക്കണം. ആ ഒന്നാമത്തെ വിഭാഗത്തിലാണോ നമ്മളുള്ളത്? അതല്ല, പതുക്കെ നന്മകളിൽ നിന്ന് മാറി നിന്ന്
ആ നന്മകൾ ഉപേക്ഷിച്ചുകൊണ്ട് ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് അലസത കാണിച്ച് ഖുർആനൊക്കെ മടക്കി വെച്ച് ഷെൽഫുകളിൽ നല്ലോണം അടുക്കി വെച്ച് സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ പാടെ ഒഴിവാക്കി സദഖകളിൽ നിന്നൊക്കെ മാറി നിന്ന് സുന്നത്തു നോമ്പുകളിൽ നിന്ന് മാറി നിന്ന് പതിയെ പതിയെ തന്റെ ഇന്നലകളിലെ ആ ജീർണിച്ച അശ്ലീലതയുടെ ഹറാമുകളുടെ മോശമായ ആ ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കാൻ മുമ്പുകയാണോ നാം? പരിശോധിക്കണം. ഒരു വിഭാഗം അങ്ങനെ ഉണ്ടാകുമെന്ന് വളരെ കൃത്യമായി കൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. പിന്നെ എന്തിനായിരുന്നു അവർ പള്ളിയിൽ സജീവമായത്? എന്തിനായിരുന്നു ഒരു മാസക്കാലം അതിഥികൾ നമ്മുടെ വീടുകളിലേക്ക് കടന്നു വരുന്നത് പോലെ റമദാനിൽ നമ്മുടെ പള്ളികളിലേക്ക് അവർ വന്നത് എന്തിനായിരുന്നു? എല്ലാവരും ആദരിക്കുന്ന മാസമല്ലേ റമദാൻ? എല്ലാവരും സജീവമാകുന്ന മാസമല്ലേ റമദാൻ? എല്ലാവരും നോമ്പെടുക്കുകയും ജമാഅത്തുകൾക്കൊക്കെ താല്പര്യം കാണിക്കുകയും നന്മകളൊക്കെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മാസമല്ലേ റമദാൻ? ഞാൻ ഈ മാസത്തിൽ വിട്ടുനിന്നാൽ, ഞാൻ ഈ മാസവും പള്ളിയിലേക്ക് പോയിട്ടില്ല എങ്കിൽ, എന്നെ ഈ മാസവും ഇശാഇനും സുബഹിക്കും തറാവീഹിനും പള്ളിയിൽ കണ്ടിട്ടില്ല എങ്കിൽ ആളുകൾ എന്നെ പറ്റി എങ്ങനെയാ വിലയിരുത്തുക? ആളുകളുടെ ഇടയിൽ ഞാനൊരു മോശക്കാരനാവൂലോ? അതുകൊണ്ടാണ് അവര് പള്ളിയിലേക്ക് വന്നത്. അതുകൊണ്ടാണ് അവർ സജീവമായിട്ടുള്ളത്. അതുകൊണ്ടാ നമ്മൾ ചോദിച്ചപ്പോ അവർ സ്വതക്ക തന്നിട്ടുള്ളത്. സഹോദരങ്ങളെ, നമ്മൾ പരിശോധിക്കേണ്ടത് ആ വിഭാഗത്തിലാണോ നാം എന്നുള്ളതാണ്. നമുക്ക് പ്രയാസമുണ്ടോ ജമാഅത്തുകൾക്ക് പങ്കെടുക്കാൻ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ നല്ല ആരോഗ്യവും അതുപോലെ തന്നെ വാഹന സൗകര്യങ്ങളും ഒക്കെ നൽകിയിട്ടും പള്ളിയുടെ സമീപ പ്രദേശത്ത് ബാങ്ക് കേൾക്കുന്ന ഇടങ്ങളിലൊക്കെ വീട് വെച്ച് താമസിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തന്നിട്ടും സുബഹി നമസ്കാരത്തിന് പള്ളിയിലേക്ക് വരാൻ പ്രയാസമുണ്ടോ നമുക്ക്? നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ലേ? എന്തുകൊണ്ടാണ് നമുക്ക് വരാൻ സാധിക്കാത്തത്? ഏത് വിഭാഗത്തിലാണ് നാം ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, അത്തരക്കാരെ റമദാൻ സ്വാധീനിച്ചിട്ടില്ല. റമദാൻ അവരെ പരിവർത്തിപ്പിച്ചിട്ടില്ല. റമദാൻ അവരുടെ മനസ്സിലേക്ക് ഇറങ്ങിയിട്ടില്ല. റമദാൻ കൊണ്ട് നേടേണ്ടതൊന്നും അവര് നേടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവര് റമദാൻ കഴിഞ്ഞു പഴയപടിയെ. എങ്ങനെയായിരുന്നു അവർ റമദാനിന്റെ മുമ്പ്? എങ്ങനെയായിരുന്നു അവരുടെ സംസാരം, അവരുടെ നോട്ടം, അവരുടെ കേൾവി, അവരുടെ ഇടപെടലുകൾ, അവരുടെ ജീവിതം? അതേ രൂപത്തിലേക്ക് അവർ വീണ്ടും മടങ്ങിപ്പോയിരിക്കുന്നു. ഇനി രണ്ടാമത് ഒരു വിഭാഗം കൂടെയുണ്ട്. അവർ പള്ളിയിൽ നിന്ന് പോയിട്ടില്ല. ഇപ്പോഴും അവരെ ജമാഅത്തുകൾക്ക് സജീവതയോടെ താല്പര്യത്തോടെ അവരെ പള്ളിയിൽ കാണാം. ഇപ്പോഴും അവരെ നമുക്ക് പള്ളിയുടെ കോർണറുകളിൽ ഖുർആനിന്റെ പേജുകൾ മറച്ചിട്ടുകൊണ്ട് റമദാനിൽ ഓതിയതുപോലെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതായി, ഖുർആൻ വായിക്കുന്നതായി, ഖുർആൻ പഠിക്കുന്നതായി, ഖുർആനിന്റെ ആളുകളാവാൻ ഇനിയും താല്പര്യം കാണിച്ചുകൊണ്ട് അവരെ നമുക്ക് കാണാൻ കഴിയും. അവരിപ്പോഴും ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പള്ളിയിലേക്ക് വരാൻ താല്പര്യം കാണിക്കുന്നുണ്ട്. റവാത്തിബ് സുന്നത്തുകൾ അവരെ ഒഴിവാക്കിയിട്ടില്ല. ജമാഅത്ത് നമസ്കാരങ്ങൾ അവർ ഉപേക്ഷിച്ചിട്ടില്ല. സുന്നത്ത് നമസ്കാരങ്ങൾ അവർ ഉപേക്ഷിച്ചിട്ടില്ല. ഈ രൂപത്തിലൊക്കെ നിർബന്ധമായ ബുദ്ധിയോടുകൂടെ അവർ താല്പര്യം കാണിക്കുന്നു. ഇബാദത്തുകൾക്ക് സജീവമായി കൊണ്ടിരിക്കുന്നു ഇപ്പോഴും പള്ളിയിൽ. പക്ഷേ നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മൾ ഏത് വിഭാഗക്കാരാണ്, ഇതിൽ ഏത് വിഭാഗമാണ് നമ്മൾ എന്നുള്ളതാണ്. റമദാൻ കഴിഞ്ഞ ഒന്നാമത്തെ വെള്ളിയാഴ്ച നമ്മൾ പരിശോധിക്കേണ്ടത്. റമദാൻ ഒട്ടും സ്വാധീനിക്കാത്ത, ഒട്ടും സംസ്കരിക്കാത്ത, ഒരു പരിവർത്തനവും നൽകാത്ത മനുഷ്യരാണോ നാം? പരിശോധിക്കണം. രണ്ടാമത് പറഞ്ഞ വിഭാഗം, അവർക്ക് വല്ലാത്തൊരു സന്തോഷമൊന്നുമില്ല റമദാൻ പോയത്. അവർക്ക് റമദാനിൽ അവർ സജീവമായ ഇബാദത്തുകൾ ചെയ്തവരാണ്, തൗബ ചെയ്തവരാണ്, സദഖ നൽകിയവരാണ്. ഒരുപാട് സമയം രാത്രിയിൽ ഉറക്കൊഴിച്ചുകൊണ്ട് ഖുർആൻ പാരായണത്തിലും ദിക്റിലും പ്രാർത്ഥനയിലും ഒക്കെയായി അവർ ജീവിതം നയിച്ചവരാണ്. പക്ഷേ അവർക്ക് വല്ലാത്തൊരു ആധിയുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂന്റെ 60-ാമത്തെ വചനം അതിൽ പറഞ്ഞതുപോലെ ചില ആളുകളെ കുറിച്ചിട്ട് അല്ലാഹു പറയുന്നു, വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില. അല്ലാഹു നൽകിയ സമ്പത്തിൽ നിന്ന് പാവപ്പെട്ട ആളുകളെ അവർ സഹായിക്കും. അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്കൊക്കെ വീതിച്ചു നൽകുന്നവരാണ്. അവർ നൽകുന്നുണ്ട്. പക്ഷേ വജില, അവരുടെ ഹൃദയം ആധിയിലാണ്. ഒരു ടെൻഷൻ ഉണ്ട്, ഒരു ബേജാറോടുകൂടെയാണ് കർമ്മങ്ങളൊക്കെ അവർ പ്രവർത്തിക്കുന്നത്.
വല്ലാത്ത ആവേശത്തോടുകൂടെ ഞാൻ എന്തൊക്കെയോ ചെയ്തു, റമദാനിൽ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഇനി എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഇതുകൊണ്ട് ഞാൻ അങ്ങ് രക്ഷപ്പെട്ടേക്കും, ഇനിയൊക്കെ ഇന്ന് ഒഴിവാക്കി ജീവിക്കാം എന്നുള്ള രൂപത്തിലല്ല അവരിപ്പോഴും സജീവമാണ്. കാരണം അവരുടെ ഹൃദയത്തിന് ഒരു ബേജാറുണ്ട്. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, അവർ അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ് എന്ന് ഒരു ചിന്ത അവരുടെ ഹൃദയത്തിലുണ്ട്. അവരതിനെ കുറിച്ചിട്ട് ആലോചിക്കുന്നുണ്ട്. ആ ഒരു ദിവസത്തെ അവർ മുന്നിൽ കണ്ടുകൊണ്ടാണ് അവരുടെ ജീവിതം അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 61-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞു, ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത് വഹും ലഹാ സാബിഖൂൻ. അവർ ഖൈറായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയല്ല, അവർ യുസാരിഊന ഫിൽ ഖൈറാത്ത്, വീണ്ടും വീണ്ടും മാത്സര്യ ബുദ്ധിയോടുകൂടെ നന്മകൾ പ്രവർത്തിക്കുന്നു. ഇനിയും അവർ സുന്നത്ത് നമസ്കാരങ്ങൾ, ഇനിയും അവർ ഖുർആൻ പാരായണങ്ങൾ, ഇനിയും അവർ സ്വതക്കകൾ, ഇനിയും അവർ നന്മകൾ അവരുടെ ജീവിതത്തിലേക്ക്. അവർക്ക് റമദാൻ മാത്രമല്ല നന്മകളുടെ കേന്ദ്രമാകുന്നത്. എല്ലാ മാസവും ശവ്വാലിലും അവർ സജീവമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഈ ആയത്ത് കേട്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് കടന്നു വന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ പ്രവാചകന്റെ സമീപത്തേക്ക് വന്നിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകനെ, വല്ലദീന യുതൂന മാ ആതൗ വഖുലൂബുഹും വജ്ല എന്ന ഈ ആയത്തിനെ കുറിച്ച് ഞാൻ ചോദിച്ചു. അംഹുമുല്ലദീന യശ്റബൂനൽ ഖംറ വയസ്രിഖൂൻ, അല്ലാഹുവിന്റെ പ്രവാചകരെ, നന്മകൾ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോഴും സകാത്ത് കൊടുക്കുമ്പോഴും സദഖകൾ കൊടുക്കുമ്പോഴും നല്ല നിലയിൽ ജീവിക്കുമ്പോഴും എന്തിനാ പ്രവാചകരെ അവർക്കൊരു ബേജാറ്? എന്തിനാ അവര് ടെൻഷൻ അടിക്കുന്നത്? എന്താ അവരുടെ ഹൃദയം ബേജാറാകുന്നു എന്ന് പറയാനുള്ള കാരണം എന്താണ്? അവർക്ക് എന്താണ് പ്രയാസം? അഹുമുല്ലദീന യശ്റബൂനൽ ഖംറ വയസ്രിഖൂൻ, അല്ലാഹുവിന്റെ പ്രവാചകരെ, അവർ ഒരു വശത്തുകൂടെ നന്മ പ്രവർത്തിക്കുമ്പോ അഹുമുല്ലദീന യശ്റബൂനൽ ഖംറ, അവർ മദ്യപിക്കുന്നവരാണോ പ്രവാചകരെ? വയസ്രിഖൂൻ, അവർ മറ്റുള്ളവരുടെ സമ്പത്ത് മോഷ്ടിക്കുന്നവരാണോ പ്രവാചകരെ? എന്തിനാ അവരിങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ആശയം, ഈ ആയത്തിന്റെ വ്യാഖ്യാനം ചോദിക്കുകയാണ് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, യാ ബിൻത സിദ്ദീഖ്, അബൂബക്കറിന്റെ മകളെ, സിദ്ദീഖിന്റെ മകളെ ആയിഷ, നീ ഉദ്ദേശിച്ചതുപോലെയല്ല കാര്യം. അവര് മദ്യപിക്കുന്നവരല്ല, അവർ മോഷ്ടിക്കുന്നവരല്ല, അവർ തിന്മയിലൂടെ ജീവിക്കുന്നവരല്ല, മറിച്ച് വലാകിന്നഹുമുല്ലദീന യസൂമൂന, അവര് നോമ്പെടുക്കുന്നവര് തന്നെയാണ് ആയിഷ. വയുസല്ലൂന, അവർ ധാരാളം നമസ്കരിക്കുന്നവരാണ് ആയിഷ. വയതസദ്ദഖൂന, അവർ ഒരുപാട് സദഖകൾ ചെയ്യുന്നവരാണ് ആയിഷ. പക്ഷേ അവരുടെ ഭയം എന്താണെന്നറിയുമോ? വഹും യഖാഫൂന അല്ലാ തുഖ്ബല മിൻഹും, ഇന്നലകളിൽ റമദാനുകളിൽ അവര് നോറ്റ നോമ്പുണ്ടല്ലോ, അവരുടെ സദഖകൾ ഉണ്ടല്ലോ, അവരുടെ ദിക്റുകൾ ഉണ്ടല്ലോ, അവരുടെ നന്മകൾ അവരൊരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ വഹും യഖാഫൂൻ, അവർക്കുള്ള ആദി എന്താണെന്നറിയുമോ? അല്ലാ തുഖ്ബല മിൻഹും, അവരിൽ നിന്ന് എന്റെ നോമ്പ് എന്റെ റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടോ? എന്റെ തൗബ എന്റെ അല്ലാഹ് സ്വീകരിച്ചിട്ടുണ്ടോ? എന്റെ സ്വതത്തുകൾ എന്റെ അല്ലാഹുവിലേക്ക് എത്തിയിട്ടുണ്ടോ? നാളെ പാരത്രിക ലോകത്തെത്തുമ്പോൾ ഇതൊക്കെ എനിക്ക് പ്രതിഫലയോഗ്യമാകുമോ? ഇതിലാണ് അവർക്ക് ആദിയുള്ളത്, ഇതിലാണ് അവർ ടെൻഷൻ അടിക്കുന്നത്, ഇതാണ് അവർക്ക് പ്രയാസം. അതുകൊണ്ട് തന്നെ ഉലൈകല്ലദീന യുസാരിഊന ഫിൽ ഖൈറാത്ത്, അതുകൊണ്ടാണ് അല്ലാഹ് പറഞ്ഞത് ഇത് അല്ലാഹ് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് തന്നെ റമദാനോടുകൂടെ നന്മകളോട് വിട പറയുന്നവരല്ല അവർ ശവ്വാലിലും സുന്നത്ത് നോമ്പെടുക്കുന്നവരാണ്, ശവ്വാലിലും അവർ നന്മകൾ പ്രവർത്തിക്കുന്നവരാണ്, ശവ്വാലിലും അവർ സദഖകൾ കൊടുക്കുന്നവരാണ്, ശവ്വാലിലും റവാത്തിബ് സുന്നത്തുകൾക്ക് അവർ വിരാമം കുറിച്ചിട്ടില്ല. എന്താ നമ്മുടെ അവസ്ഥ? അല്ലാഹ് ഈ പറഞ്ഞൊരു ക്വാളിറ്റി നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഇതാ പരിശോധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവർ ഈ ധൈര്യം അവർക്കില്ലാത്തത് കൊണ്ട് തന്നെ അവർ വീണ്ടും വീണ്ടും നന്മകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന്. നമ്മുടെ സലഫുകളായ മഹാന്മാരായ സ്വഹാബികൾ അവരുടെ ജീവിതത്തെ കുറിച്ചിട്ടൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയുന്നത്, റമദാൻ കഴിഞ്ഞാൽ 6 മാസക്കാലം അവർ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചത്, പടച്ച റബ്ബേ ഞങ്ങളുടെ ഇബാദത്തുകൾ നീ സ്വീകരിക്കണേ എന്നാണ്.
നോമ്പെടുത്തിട്ടുണ്ട്, ഖുർആൻ ഓതിയിട്ടുണ്ട്, സ്വതക്ക കൊടുത്തിട്ടുണ്ട്. നീ സ്വീകരിക്കണേ എന്ന് അന്നല്ല, ഒരു 6 മാസക്കാലം അവർ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിലൂടെ അവരുടെ ചരിത്രങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു വിഷയം വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സഹോദരങ്ങളെ, നമ്മൾ ഏത് വിഭാഗത്തിലാണ് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. സ്വന്തത്തോട് ചോദിക്കണം, നമുക്ക് പ്രയാസമുണ്ടോ പള്ളിയിലേക്ക് വരാൻ? റമദാനിൽ നമ്മൾ വന്നിട്ടില്ലേ? നമ്മൾ തെളിയിച്ചിട്ടില്ലേ? എനിക്ക് ഖുർആൻ ഓതാൻ സമയമുണ്ട് എന്ന് നമ്മൾ തെളിയിച്ചു. എനിക്ക് സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കാൻ സമയമുണ്ട് എന്ന് നമ്മൾ തെളിയിച്ചു. എനിക്ക് നോമ്പെടുക്കാൻ പ്രയാസമില്ല, പട്ടിണി കിടക്കാൻ പ്രയാസമില്ല എന്ന് നമ്മൾ തെളിയിച്ചു. എനിക്ക് രാത്രിയിൽ പള്ളിയിലേക്ക് വരാം, എനിക്ക് ഫജറിന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയും, ഫജറിന് പള്ളിയിലേക്ക് വരാൻ എനിക്ക് സാധിക്കും. ഇതൊക്കെ നമ്മൾ തെളിയിച്ചവരാണ്. നമ്മളെ കൊണ്ട് നമ്മുടെ റബ്ബ് തെളിയിപ്പിച്ചു. നമുക്ക് ബോധ്യമായി എനിക്കിങ്ങനെയൊക്കെ കഴിയുമെന്ന് നമ്മൾ തെളിയിച്ചു. പക്ഷേ റമദാൻ നമ്മോട് യാത്ര പറഞ്ഞതിന് ശേഷം പിശാചിന്റെ കാൽപ്പാടുകളെ പിന്തുടർന്നുകൊണ്ട് ഫജ്ർ നമ്മൾ ഉപേക്ഷിച്ചിട്ടുണ്ടോ? സുന്നത്ത് നമസ്കാരങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിന്നിട്ടുണ്ടോ? ആവശ്യത്തോടു കൂടെ ഖുർആൻ തുറക്കാനും ഓതാനും നമുക്ക് സാധിക്കുന്നില്ലേ? സഹോദരങ്ങളെ, തിരിച്ചറിയണം, നമ്മൾ പിശാചിന്റെ കൈ പിടിച്ചാണ് ഇപ്പോൾ നടക്കുന്നത്. പിശാചിന്റെ കൈ വിടുക. അവൻ നമ്മളെ കൈപിടിക്കും, അവൻ നമ്മെ നരകത്തിലേക്ക് കൊണ്ടുപോകും. നമ്മുടെ ചെയ്ത നന്മകളൊക്കെ അവൻ നിഷ്ഫലമാക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും അവൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതിനുവേണ്ടി അവന്റെ വിരൽത്തുമ്പിൽ നിന്ന് അടർത്തി മാറ്റുക നമ്മുടെ കൈ. എന്നിട്ട് അള്ളാഹുവിന്റെ പാർശ്വം മുറുകെ പിടിക്കുക. ആ സുന്നത്തുകൾ, ആ ചര്യകൾ നമ്മൾ ഏറ്റുപിടിക്കുക. എന്റെ റമദാൻ എനിക്ക് നഷ്ടപ്പെടുത്തിക്കൂടാ. നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടുകൂടെ ചിന്തിക്കുകയും ഗൗരവത്തോടുകൂടെ ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള പ്രതിജ്ഞാബദ്ധമായ ഒരു മാനസികാവസ്ഥയോടുകൂടെ ഇനിയുള്ള ദിവസങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റമദാനിൽ നേടിയെടുത്ത തഖ്വയുടെ ചൈതന്യം നഷ്ടപ്പെടാതെ കൊണ്ടുപോകുന്ന മഹാഭാഗ്യവാന്മാരുടെ, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ ആളുകളുടെ, അത്തരം ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നോമ്പ് അല്ലാഹു നമുക്ക് നിശ്ചയിച്ചത് തഖ്വയുണ്ടാവാനാണ്. നോമ്പിന് മാത്രമല്ല തഖ്വ. തഖ്വക്ക് ഒരു സീസൺ ഇല്ല. നോമ്പ് കഴിയട്ടെ എന്നിട്ട് പറഞ്ഞു തരാ എന്ന് പറഞ്ഞവരുണ്ട്. നോമ്പ് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം എന്ന് പറഞ്ഞവരുണ്ട്. നോമ്പൊന്ന് കഴിഞ്ഞോട്ടെ എന്ന് മനസ്സിൽ വിചാരിച്ച ആളുകളുണ്ട്. നോമ്പിന് എന്തൊക്കെ നമുക്ക് പാടില്ലയോ, എങ്ങനെയൊക്കെ നമ്മൾ റബ്ബിനെ സൂക്ഷിച്ചിട്ടുണ്ടോ, അതൊരു ട്രെയിനിങ് പീരീഡായി ഇനിയുള്ള ദിവസങ്ങളിൽ, മാസങ്ങളിൽ ആ റബ്ബിനെ സൂക്ഷിക്കാനുള്ള ഒരു പരിശീലന കളരിയായിരുന്നു. നോമ്പിന് മാത്രം, ഏതെങ്കിലും ഒരു പ്രത്യേക സീസണിൽ മാത്രം അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ രീതിയല്ല. അത് നേരത്തെ പറഞ്ഞ ആ അതിഥികളുടെ രീതിയാണ്, ആ വിഭാഗക്കാരുടെ രീതിയാണ്. അത് മുഅ്മിനിന്റെ രീതിയല്ല, അത് മുഅ്മിനിന്റെ സ്വഭാവമല്ല. ഇത്തഖില്ലാഹ ഹൈതുമാ കുൻത. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നീ എവിടെയായിരുന്നാലും, നീ ഏത് സന്ദർഭത്തിലായിരുന്നാലും, ആരോടൊപ്പമായിരുന്നാലും. ചില ആളുകളോടൊപ്പം കൂടുമ്പോൾ ഒരു പ്രത്യേക ഭക്തി, ചില സ്ഥലത്തെത്തുമ്പോ ഒരു പ്രത്യേക ഭക്തി, ചില മാസങ്ങളിൽ, ചില ദിവസങ്ങളിൽ ഒരു പ്രത്യേക ഭക്തി. അല്ല, അങ്ങനെയല്ല. ഇത്തഖില്ല, മനുഷ്യ നീ റബ്ബിനെ സൂക്ഷിക്കണം. ഹൈതുമാ കുൻത, നീ എവിടെയായിരുന്നാലും, ആരോടൊപ്പമായിരുന്നാലും, ഏത് സന്ദർഭത്തിലായാലും, ഏത് സ്ഥലത്തായാലും, ഇവിടെയൊക്കെ എന്റെ റബ്ബിന്റെ നിരീക്ഷണമുണ്ട്. അവൻ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആരും അറിയില്ലെന്ന് ഞാൻ മനസ്സിലാക്കിയാലും, ഇവിടെ എനിക്ക് ഈ തിന്മ ചെയ്യാമെന്ന് ഞാൻ ചിന്തിച്ചാലും അല്ല, റമദാനിൽ എന്നെ നോക്കിക്കൊണ്ടിരുന്ന റബ്ബ് ശവ്വാലിലുമുണ്ട്, ഇനിയുള്ള മാസങ്ങളിലുമുണ്ട്. അവൻ അറിയാതെ അവൻ മാലാഖമാരെ, സൂക്ഷ്മ നിരീക്ഷകരായ മുഖറബുകളായ മലക്കുകളെ ഏർപ്പെടുത്തിയിട്ടുണ്ട്.
ഒരു വാക്കെനിക്ക് ഉച്ചരിക്കാൻ സാധ്യമല്ല അവർ രേഖപ്പെടുത്താതെ. ഒരു ചെറിയ പ്രവർത്തനം പോലും എന്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്യാൻ സാധ്യമല്ല അവർ രേഖപ്പെടുത്താതെ. അവരുടെ രേഖകളിലുണ്ട്. ആ രേഖയുമായി നാളെ പാരത്രിക ലോകത്ത് ഞാൻ വരുമെന്നുള്ള ബോധം, അതാണ് തഖ്വ. ഈ ബോധത്തോടുകൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ സാധിക്കണം. എല്ലാ മാസങ്ങളിലും എല്ലാ ദിവസങ്ങളിലും സഹോദരങ്ങളെ, അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ. നമ്മൾ സജീവമാണോ പള്ളിയിൽ? ശ്രദ്ധിക്കണം. നമ്മൾ ഖുർആൻ പാരായണം നടത്തുന്നുണ്ടോ? നമ്മൾ ശ്രദ്ധിക്കണം. ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് താല്പര്യത്തോടെ ആവേശം കാണിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? റമദാനിന് ശേഷം പരിശോധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ 12 റക്അത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നു. ഓരോരോ സമയത്തും ളുഹറിന് മുമ്പ് 4 റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. വറകഅതൈനി ബഅദഹ, ളുഹറിന് ശേഷം 2 റക്അത്ത്. വറകഅതൈനി ബഅദൽ മഗ്രിബ്, മഗ്രിബിന് ശേഷം 2 റക്അത്ത്. വറകഅതൈനി ബഅദൽ ഇശാഇ, ഇശാഇന് ശേഷം 2 റക്അത്ത്. വറകഅതൈനി ഖബല അൽ ഫജ്ർ, ഫജ്റിന് മുമ്പ് സുബ്ഹിക്ക് മുമ്പ് 2 റക്അത്ത്. നിസ്കരിക്കുന്ന ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്താണ്? ബുനിയലഹു ബിഹിന്ന ബൈതുൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഒരു വീട് അവർക്ക് നിർമ്മിച്ചു കൊടുക്കുന്ന. നമുക്ക് താല്പര്യമില്ലേ? ഇത് റമദാനിന് മാത്രമുള്ളതല്ല, റമദാനിന് ശേഷവും നമ്മുടെ ജീവിതത്തിൽ ഇത്തരം നന്മകൾ ഉണ്ടാവണം. അതിലേറെ പ്രാധാന്യത്തോടെ യാത്രയുടെ സന്ദർഭങ്ങളിൽ റസൂലുള്ളാഹി സുന്നത്ത് നമസ്കരിക്കാറില്ല. പക്ഷെ അവിടെ പോലും ഉപേക്ഷിക്കാത്ത റവാത്തിബാണ് സുബ്ഹിയുടെ മുമ്പുള്ള 2 റക്അത്ത്. അഥവേ ഉപേക്ഷിച്ചു പോയാൽ സുബ്ഹി നിസ്കാരത്തിന് ശേഷം ഉടനെ തന്നെ അത് ഖദാ വീട്ടുന്ന രൂപത്തിൽ നിർവഹിക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും. താല്പര്യമുണ്ടോ? നമുക്ക് പ്രവർത്തിക്കാൻ നമ്മൾ താല്പര്യവും ആവേശവും കാണിക്കുന്നുണ്ടോ? ഖുർആൻ അത് റമദാനിൽ മാത്രമുള്ളതല്ല, അത് പാരത്രിക ലോകത്ത് ശഫീഅൻ ലി അസ്ഹാബിഹി, അതിന്റെ ആളുകൾക്ക് ശുപാർശകനായി വരും. റമദാനിലെ പാരായണം മാത്രമല്ല, പരിശോധിക്കണം നമുക്കതിന് സാധിക്കുന്നുണ്ടോ എന്ന്. രാത്രി നമസ്കാരം അവസാനിച്ചിട്ടില്ല, ജമാഅത്തായ രീതി മാത്രമേ അവസാനിച്ചിട്ടുള്ളൂ. സഹോദരങ്ങളെ, എങ്ങനെയാണ് 11 റക്അത്ത് നമുക്ക് സാധിക്കുന്നില്ലേ? വേണ്ട, 9 റക്അത്ത് നിസ്കരിക്കുക. കഴിയാത്തവർ 7 നിസ്കരിക്കുക. പറ്റുന്നില്ലേ? 5 നിസ്കരിക്കുക. തീരെ കഴിയുന്നില്ലേ? ഒരു 2 റക്അത്തും 1 റക്അത്തും നിസ്കരിച്ച് ഒരു 3 ആക്കി നിസ്കരിക്കുക. ഏറ്റവും നല്ലത് സുബ്ഹിക്ക് മുമ്പെയാണ്. അതാണ് അതിന്റെ സമയം, അതാണ് ഏറ്റവും അഫ്ദലായ സമയം. അതിന് പറ്റും തോന്നുന്നില്ലേ? ഉറക്കം എഴുന്നേൽക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? രാത്രി കിടക്കുന്നതിന് മുമ്പ് നിസ്കരിക്കുക. കിടക്കുന്നതിന് മുമ്പ് തന്നെ ഇശാഇന് ശേഷമായി നമ്മുടെ റവാത്തിബ് സുന്നത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നിസ്കരിക്കുക. സഹോദരങ്ങളെ, ഉപേക്ഷിക്കരുത്, ഉപേക്ഷ വരുത്തരുത്. ഇതൊക്കെ ഒരു ഈമാനുള്ള ഒരു വിശ്വാസിയുടെ അടയാളമായിട്ടാണ് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് എന്റെ സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊക്കെ റമദാൻ സ്വാധീനിച്ച, റമദാനിലൂടെ പരിവർത്തനം സിദ്ധിച്ച ഒരു വിശ്വാസിയുടെ അടയാളമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നോമ്പ്, സുന്നത്ത് നോമ്പുകൾ ഓരോ മാസവും ഉണ്ട്. 13, 14, 15 ദിവസങ്ങളിൽ എടുക്കാൻ കഴിയുന്ന ആളുകൾ എടുക്കണം. വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും ഉണ്ട്. എടുക്കാൻ കഴിയുന്ന ആളുകളൊക്കെ എടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, മൻ സാമ റമദാന തുമ്മ അത്ബഅഹു സിത്തൻ മിൻ ശവ്വാൽ കാന കസിയാമിദ് ദഹർ. ഈ റമദാൻ മാസം നോമ്പെടുത്ത് ഇതിനോടുകൂടെ ഈ ശവ്വാലിൽ 6 ദിവസം നോമ്പെടുത്താൽ ഒരു വർഷം നോമ്പെടുത്ത പ്രതിഫലമുണ്ട് എന്ന് നമുക്ക് സാധിക്കണം. റമദാനിൽ പല ആളുകളും ശവ്വാലിന്റെ തുടർച്ചയായ 6 ദിവസങ്ങളിൽ എടുക്കുന്ന ആളുകളുണ്ട്. അതതിന്റെ ശ്രേഷ്ഠമായ രൂപമാണ്. അതിന് സാധിക്കാത്തവർ പിന്നെ അത് നഷ്ടപ്പെട്ടല്ലോ എന്ന് വിചാരിക്കേണ്ട. അവർക്കിനിയും ശവ്വാൽ മാസത്തിൽ 6 ദിവസം എന്നാണ് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഇനിയുള്ള ദിവസങ്ങളിൽ, പറ്റാവുന്ന ദിവസങ്ങളിൽ, ശവ്വാൽ മാസം തീരുന്നതിന് മുമ്പേ അത് നിർവഹിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ഈ രൂപത്തിൽ ഇനിയും നന്മകളിൽ സജീവമാവാൻ, റമദാനോടുകൂടെ നന്മകളിൽ നിന്ന് മാറി നിൽക്കാതെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ അടയാളമായ ഇത്തരം ക്വാളിറ്റികളൊക്കെ ഇനിയും കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ, ആ വിജയിച്ച വിഭാഗങ്ങളിൽ, റമദാൻ സ്വാധീനിക്കപ്പെട്ട വിഭാഗങ്ങളിൽ, റമദാൻ പരിവർത്തിപ്പിച്ച വിജ്ഞാനങ്ങളിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള പരിശ്രമങ്ങൾ ബോധപൂർവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണേ എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മുത്തഖീങ്ങളായ ദാസന്മാരിൽ
അവന്റെ വിജയിച്ച സത്യവിശ്വാസികളിൽ റമദാനിലൂടെ പരിവർത്തിപ്പിക്കപ്പെട്ട മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, നിങ്ങൾ ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് നീ വിട്ടുകൊടുത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, റമദാൻ